Good afternoon. Good afternoon. കേൾക്കുന്നില്ലേ? ഓക്കെ. ആരെങ്കിലും ഒരാള് റിപ്ലൈ അടിക്കാതെ ക്ലാസ് തുടങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എവിടെ വരെയായിട്ട് പറഞ്ഞത്? ഇവാലുവേഷൻ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ വരെയല്ലേ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ അല്ലേ? എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസില് അല്ലേ? അതിനകത്ത് നമ്മള് ഡെപ്ത്, ജോബ് പ്രോബിംഗ് ഇന്റർവ്യൂ, ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്റർവ്യൂ പ്രോസസ് ആണ്. ഇന്റർവ്യൂ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. The several steps followed while conducting an interview as follows. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് എന്താ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല അല്ലെ? അതിനെന്താ പല സ്റ്റെപ്സുകളുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് നടക്കുന്ന കാര്യമല്ല ഒരു ഇന്റർവ്യൂ നടത്തുക എന്നുള്ളത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ പല സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. There are several steps followed while conducting an interview as the follows. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ്സ്, സ്റ്റെപ്സുകളാണ് ഈ കൊടുത്തേക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആണ് പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിനുള്ള തയ്യാറെടുപ്പ്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിന് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. നമ്മളൊരു അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തണം അല്ലെ? എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ്? പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ. The preparation of the interview should be made well in advance. ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നന്നായിട്ട് നടത്തണം. നമ്മളിപ്പോ ഒരു എക്സാം ആണെന്ന് പറയുമ്പോൾ നമ്മൾ അത് പ്രിപ്പയർ ചെയ്യൂലേ അല്ലെ? അല്ലാതെ വെറുതെ അങ്ങോട്ട് പോയി എക്സാം എഴുതുമല്ലോ. എക്സാമിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇന്റർവ്യൂ നടത്തുമ്പോൾ നമ്മൾ എന്താണ്? നല്ല രീതിയിൽ തന്നെ നടത്തണം അല്ലെ? നന്നായി നടത്തണം. The preparation of the interview should be made well in advance. മുന്നേ തന്നെ നമ്മൾ നല്ല രീതിയിൽ അത് പ്രിപ്പറേഷൻ നടത്തണം. ബിക്കോസ് എന്തുകൊണ്ടാ? It not only help in converting the most important aspect but also help the interviewer to learn relevant factors that may be required during an interview. It not only help the converting the most important aspects. ഏറ്റവും നമുക്ക് ഈ ഒരു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളെ കൺവേർട്ട് ചെയ്യാൻ, പരിവർത്തനം ചെയ്യാൻ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, എന്തിനും കൂടി സഹായിക്കുന്ന ഇന്റർവ്യൂവറിനെ, ബട്ട് ഓൾസോ ഹെൽപ് ദ ഇന്റർവ്യൂവർ. ഇന്റർവ്യൂവറിനെ എന്തെന്നും കൂടി സഹായിക്കുന്നു? ടു ലേൺ ദ റിലവന്റ് ഫാക്ടർ that may be required during the interview. ഇന്റർവ്യൂവിന് ആവശ്യമായിട്ട് വരുന്ന പ്രസക്തമായിട്ടുള്ള വസ്തുതകളെ കുറിച്ച് പഠിക്കാനും ഇന്റർവ്യൂവറിനെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ നടത്തുക എന്നുള്ളത് എന്താണ്? നേരത്തെ തന്നെ നമ്മൾ മുൻകൂട്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അതെന്തിനു കൂടി സഹായിക്കുന്നു? ഇറ്റ് ഓൾസോ ഹെൽപ് ദ ഇന്റർവ്യൂവർ. ഇന്റർവ്യൂവിനെ എന്തിനു സഹായിക്കുന്നു? ടു ലേൺ ദ റിലവന്റ് ഫാക്ടർ ദാറ്റ് മേ ബി റിക്വയർഡ് ഡ്യൂറിങ് ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള വസ്തുതകളെ കുറിച്ച് പഠിക്കാനും ഇന്റർവ്യൂവറിനെ ഹെൽപ്പ് ചെയ്യുന്നു. The preparation that are required to be done by an organization as the follows. ഇവിടെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ, ഒരു കണ്ടക്ട് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നത്? എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തേണ്ടത്? Okay. The type of the interview to be conducted should be selected according to the requirements of the job. എങ്ങനെയായിരിക്കണം? നമ്മൾ ആ ജോലിയുടെ ആവശ്യകതകൾക്കനുസരിച്ചുള്ള ആ ഇന്റർവ്യൂ ആയിരിക്കണം സെലക്ട് ചെയ്യാനായിട്ട് അല്ലെ? അപ്പൊ ഏത് ടൈപ്പ് ജോലിയാണ് അതിനനുസരിച്ചുള്ള ആ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ എടുക്കണം. അതിനനുസരിച്ചുള്ള ഇന്റർവ്യൂ വേണം നടത്താനായിട്ട്.
നമ്മളിപ്പോ ഫിസിക്കൽ ഇത് കൂടുതൽ വരുന്ന അങ്ങനെയുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ആ ടൈപ്പ് ഫിസിക്കൽ ഇതിന് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഇന്റർവ്യൂസ് നടത്തണം. മെന്റൽ എബിലിറ്റി കൂടുതൽ വേണ്ടിയുള്ള ജോലിയിലേക്ക് അതുപോലെ ഇന്റലിജൻസ് ടെസ്റ്റ് അതുപോലുള്ള ടെസ്റ്റുകൾ വേണം നടത്താനായിട്ട്. അപ്പൊ എപ്പോഴും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വേണം, ആ ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ട് നടത്താം. ഏത് തരത്തിലുള്ള ജോലിയാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇന്റർവ്യൂ പ്രിപ്പറേഷനിൽ ആദ്യ കാര്യം ഏത് ജോലിയാണ്, ആ ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള ഇന്റർവ്യൂ വേണം സെലക്ട് ചെയ്യാൻ. രണ്ടാമത്തെ നോക്കിയേ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇന്റർവ്യൂ പ്രോസസ് should be to determine the understanding and the skills involved ഉൾക്കൊള്ളുക എന്നുള്ള മീനിങ് ആട്ടോ. by the candidates as per the demands and the nature of the job. ജോലിയുടെ നേച്ചർ, ആ ജോബിന്റെ നേച്ചർ, ഡിമാൻഡ്, ആവശ്യകതകള്, അതിനനുസരിച്ച് കാൻഡിഡേറ്റ്സിന്റെ സ്കിൽസ്, കാൻഡിഡേറ്റ്സിന്റെ കഴിവുകള് അല്ലെ, അത് ഡിറ്റർമിൻ ചെയ്യാന്ന് വെച്ചാൽ നിർണ്ണയിക്കുക. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽസ് നമ്മൾ അത് മനസ്സിലാക്കുകയും അതൊക്കെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം ഇന്റർവ്യൂ. അതായിരിക്കണം ഇന്റർവ്യൂവിന്റെ ആ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു ഇന്റർവ്യൂ നടത്തേണ്ടതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഷുഡ് ബി ഡിറ്റർമിൻ ദ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽസ് എൻകംപോസ്ഡ് ബൈ ദ കാൻഡിഡേറ്റ് as per the demand and the nature of the job. ആ ജോലിയുടെ ഡിമാൻഡ്, ആവശ്യകതകൾക്ക് അനുസരിച്ച് ആ ജോലിയുടെ സ്വഭാവം, അതിന് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സ്കിൽസും അതുപോലെ അവരെ ആ കാൻഡിഡേറ്റ്സിനെ മനസ്സിലാക്കുക, അത് നിർണ്ണയിക്കുന്നതായിരിക്കണം ആ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, ആ ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ ഉൾക്കൊള്ളുന്ന അവർക്കുടെ ആ അണ്ടർസ്റ്റാൻഡിങ്, അവർക്കുടെ ധാരണ, അതിൽ ആ ജോലിയോടുള്ള അവർക്കുടെ എന്താണ് ധാരണ, അല്ലെങ്കിൽ അവർക്കുടെ കഴിവ്, ഇതെല്ലാം നിർണ്ണയിക്കുക, ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തോ. The type of interview to be conducted should be selected according to the dash of the job. എന്താ ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച്, according to the requirements of the dash, the job. ഇനി മൂന്നാമത്തെ നോക്കിയാൽ the number of interviewers while conducting an interview should be clearly specified. Interviewers, എത്ര ഇന്റർവ്യൂവേഴ്സ് വേണം, ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് എത്ര ഇന്റർവ്യൂവേഴ്സ് വേണം, അത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. ആ ഇന്റർവ്യൂവില് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ എത്ര ഇന്റർവ്യൂവേഴ്സ് ഉണ്ടാവണം എന്നുള്ളത് എന്താ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇന്റർവ്യൂവേഴ്സ് ആരാ? ഇന്റർവ്യൂ നടത്തുന്ന ആള് കേട്ടോ. ആ ഇന്റർവ്യൂവേഴ്സിന്റെ എണ്ണം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂവേഴ്സിന്റെ എണ്ണം ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. അടുത്തത്, the data collected about the applicants through other selection process should be reassessed. എന്താ ആപ്ലിക്കൻസിന്റെ ആ ഡേറ്റ, ആപ്ലിക്കൻസിന്റെ ഡേറ്റ ആപ്ലിക്കൻസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ ഏതൊക്കെ ത്രൂ അതർ സെലക്ഷൻ പ്രോസസ്, മറ്റുള്ള സെലക്ഷൻ പ്രോസസ്സിലൂടെ ആപ്ലിക്കൻസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ എന്ത് ചെയ്യണം? റീഅസസ്ഡ്, വീണ്ടും ഇവാലുവേഷൻ നടത്തണം, വീണ്ടും അത് വിലയിരുത്തണം. ഇനി ബിസൈഡ് ദിസ്, അതിനൊപ്പം തന്നെ എന്താ? The scores obtained should be re-evaluated. അപ്പൊ അവർക്ക് മറ്റു സെലക്ഷൻ പ്രോസസ്സിൽ ലഭിച്ച സ്കോർ ഇല്ലേ, അത് വീണ്ടും ഇവാലുവേഷൻ നടത്തണം, റീവാലുവേഷൻ ചെയ്യണം. And the reliability of the method used must be checked. Reliability എന്ന് വെച്ചാൽ വിശ്വസ്തത, ആ മെത്തേഡിന്റെ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. ആ ഏത് മെത്തേഡാണോ അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത്, അതിന്റെ ആ മെത്തേഡിന്റെ വിശ്വസ്തത നമ്മൾ ചെക്ക് ചെയ്യണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? മറ്റുള്ള സെലക്ഷൻ പ്രോസസ്സിലൂടെ ആപ്ലിക്കൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ വീണ്ടും വിലയിരുത്തണം, റീഅസസ് ചെയ്യണം. അടുത്ത് നോക്കിയേ, അതിനൊപ്പം തന്നെ എന്താ? The scores obtained should be re-evaluated. അവിടെ ലഭിച്ച സ്കോർ അത് വീണ്ടും പരിശോധിക്കണം, റീവാലുവേഷൻ ചെയ്യണം. അത് റിലയബിലിറ്റി, വിശ്വസ്തത, ഏതിന്റെ? മെത്തേഡിന്റെ. അത് ചെക്ക് ചെയ്യാൻ ഉപയോഗിച്ച മെത്തേഡിന്റെ വിശ്വസ്തതയും
അതുപോലെ തന്നെ അത് ചെക്ക് ചെയ്യണം. All the decision regarding the technique to be used. All the decision regarding the technique to be used. എല്ലാ തീരുമാനങ്ങളും ആ ഉപയോഗിച്ച ടെക്നിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിസിഷനും the area to be covered. ഏതൊക്കെ ഏരിയ ആണ് കവർ ചെയ്തത്, അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, ആൻഡ് the questions to be answered. അവര് asked, the questions to be asked. അവര് ചോദിച്ച ക്വസ്റ്റ്യൻസ് and timing to be set. ടൈമിങ് ഇതെല്ലാവരും അങ്ങനെ എല്ലാ ആ ഉപയോഗിച്ച ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അതെങ്ങനെയാണ് ഈ കാര്യങ്ങൾ. അപ്പൊ ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ടൈമിങ്, ഇതെല്ലാം നമ്മൾ എങ്ങനെ ചെയ്യണം? ഷുഡ് ബി പ്രിപ്പയർഡ് വെൽ ഇൻ അഡ്വാൻസ്. ഇത് ആ സമയത്തല്ല പറയുന്നത്, നേരത്തെ മുൻകൂട്ടി നമ്മൾ അത് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ആസ് പെർ ദ ഓർഗനൈസേഷൻ പ്ലാനിങ്, ഓർഗനൈസേഷന്റെ ആസൂത്രണത്തിനനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഉണ്ടോ? ഏതൊക്കെ ഏരിയ ആണ് കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ടൈമിംഗ് എങ്ങനെയാണ്, ഇതെല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കണം. ആസ് പെർ ദ ഓർഗനൈസേഷൻ പ്ലാൻ. അടുത്ത് നോക്കിയേ, the place that the interview is to be conducted should be set in such a way that the interviewer and the applicants both feel comfortable. ഇനി പ്ലേസ്, ആ ഇന്റർവ്യൂവിന്റെ സ്ഥലം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന പ്ലേസ് എങ്ങനെയായിരിക്കണം? ഈ ഇന്റർവ്യൂവറിനും അതുപോലെ ആപ്ലിക്കൻസിനും രണ്ടുപേർക്കും സുഖപ്രദമായിട്ടുള്ള, അല്ലെ, സുഖപ്രദമായി തോന്നുന്ന, കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന സ്ഥലമായിരിക്കണം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട്. Okay, last നോക്കിയേ, the place where the interview is to be conducted should be set in such a way that the interviewer and the applicants both feel comfortable. രണ്ടുപേർക്കും എങ്ങനെയായിരിക്കണം? കംഫർട്ടബിൾ ആയിരിക്കണം. ഇന്റർവ്യൂവറിനും ആപ്ലിക്കൻസിനും രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയി ഉള്ള സ്ഥലമായിരിക്കണം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? 6 പോയിന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്, ഒന്ന് വായിച്ചു വെക്കാട്ടോ അതില്. ഇനി അപ്പൊ നമുക്ക് ഇത്രയാണ് നമ്മൾ ഇന്റർവ്യൂവിന് പ്രിപ്പറേഷൻ പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ കേട്ടോ. ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷനിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കി. കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി ഇന്റർവ്യൂ നടത്തണം. ആദ്യം ഇന്റർവ്യൂവിന് നമ്മൾ തയ്യാറെടുപ്പ് നടത്തി, അതാണ് 6 പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടേ? കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ. These steps, although the most important one, is very difficult task. അല്ലെ, ഒരു ഇന്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, അല്ലെ. It is very difficult task. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്, അല്ലെ. ഇന്റർവ്യൂ നടത്തുക എന്നുള്ളത് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാക്സിമം നമ്പർ ഓഫ് മാനേജേഴ്സ് ആർ അൺവില്ലിംഗ് ടു ടേക്ക് ഓൺ ഹിസ് ജോബ് as they find this function the most complicated one in the entire interview process. Okay, the maximum number of managers are unwilling. ഈ മിക്ക മാനേജർമാരും അതിന് തയ്യാറല്ല, അവർ അൺവില്ലിംഗ് ആണ്. അതായത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് അവർ വില്ലിംഗ് അല്ല. എന്തുകൊണ്ടാന്ന് നോക്കിയേ, to take on this job as they find this function the most complicated one in the entire interview process. മൊത്തത്തിലുള്ള ഇന്റർവ്യൂ പ്രോസസ് ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന്, അതിന്റെ പ്രവർത്തനങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് മിക്ക മാനേജേഴ്സും മാക്സിമം നമ്പർ ഓഫ് മാനേജർമാരും ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് അവർ അൺവില്ലിംഗ് ആണ്, അവരത് തയ്യാറാവുന്നില്ല. അത് എന്തുകൊണ്ടാ? അത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് അവരതിന് തയ്യാറാവുന്നില്ല. There are certain tasks that are to be performed by the interviewer while carrying out the interview. അപ്പൊ നമ്മുടെ ടാസ്ക് ആന്ന് പറഞ്ഞു അല്ലെ, ഡിഫിക്കൽട്ട് ടാസ്ക് ആന്ന് പറഞ്ഞു ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ആ ടാസ്കുകളാണ് താഴെ കൊടുത്തേക്കുന്നത്. There are certain tasks that are to be performed by the interviewer. ഒരു ഇന്റർവ്യൂവർ നിർവഹിക്കേണ്ട
പെർഫോം ചെയ്യേണ്ട ടാസ്കുകളാണ് കൊടുത്തേക്കുന്നത്. ലൈക്ക് ക്യാരിങ് ഔട്ട് ദ ഇന്റർവ്യൂ നടപ്പിലാക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂവർ നിർവഹിക്കേണ്ട പല ടാസ്കുകളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. സം ഓഫ് ദം ആസ് ഫോളോസ്. അതിൽ കുറച്ചാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. കുറച്ച് ടാസ്കുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The most important, this step, conducting the interview എന്ന് പറഞ്ഞ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഇത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മിക്ക മാനേജേഴ്സും ഏതാണ് ഇത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് അൺവില്ലിംഗ് ആണ്. അവർ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാ? മൊത്തത്തിലുള്ള ഇന്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയാ? ഭയങ്കര ടാസ്ക് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഇന്റർവ്യൂവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നടപ്പിലാക്കേണ്ട കുറച്ച് ടാസ്കുകളാണ് ഈ താഴെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റത്തെയാണ് ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂ ആരംഭിക്കണം, ഓപ്പണിംഗ് ചെയ്യണം. ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ ആരംഭിക്കണം. ഇൻ ഓർഡർ ടു മേക്ക് ദ ഇന്റർവ്യൂ കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡന്റ്. ഒരു ഇന്റർവ്യൂ കംഫർട്ടബിൾ ആക്കാൻ അല്ലെ, സുഖപ്രദമാകാൻ, അതുപോലെ തന്നെ കോൺഫിഡന്റ് ആവാൻ അല്ലെ, കോൺഫിഡന്റ് ആക്കുന്നതിന് the interviewer opens the interview with a great enthusiasm. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എങ്ങനെ വേണം? നല്ലൊരു സന്തോഷത്തോടു കൂടി എഫക്റ്റീവ് വോയിസ്, നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഫലപ്രദമായ ശബ്ദത്തോടു കൂടി, ആൻഡ് പേഴ്സണാലിറ്റി, നല്ല പേഴ്സണാലിറ്റിയോട് കൂടി വേണം ഇന്റർവ്യൂവർ ഇന്റർവ്യൂ ആരംഭിക്കാൻ. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. The interviewer opens the interview with a great enthusiasm, effective voice and personality. അല്ലേ? നമ്മൾ വോയിസ് എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. നമുക്ക് എന്താ പറയാ, ഇപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സൗണ്ട് കുറച്ച് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുമോ? അതെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയോട് കൂടി, നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫലപ്രദമായ ശബ്ദത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി തന്നെ വേണം ഇന്റർവ്യൂവർ ഇന്റർവ്യൂ ഓപ്പൺ ചെയ്യാൻ. അണ്ടർലൈൻ ചെയ്തോ? By this, ഇതിനെന്ത് വേണം? He is capable of aiding the candidate's trust. അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? കാൻഡിഡേറ്റ്സിന്റെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റും. കൊള്ളാം, നമ്മുടെ മനസ്സിൽ തന്നെ ഒരു തോന്നൽ വരും അല്ലെ. കാൻഡിഡേറ്റ്സിന്റെ വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. By this, he is capable of earning the candidate's trust. കാൻഡിഡേറ്റ്സിന്റെ വിശ്വാസം നേടാൻ പറ്റും. ഇനി രണ്ടാമത്താണ് ഗെറ്റ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. മൊത്തത്തിലുള്ള ആക്യുറേറ്റ്, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നേടാൻ. The interviewer must accumulate complete and exact information about the applicants regarding his. എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ആണ് അക്യുമുലേറ്റ് ചെയ്യേണ്ടത്, ശേഖരിക്കേണ്ടത്? അവർക്കിടെ ആ കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്, എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട്, നോളജുമായി ബന്ധപ്പെട്ട്, അവരുടെ ബിഹേവിയർ, സ്വഭാവവുമായി ബന്ധപ്പെട്ട്, ഔട്ട്ലുക്ക് അല്ലെ, അവർക്കിടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, സ്കിൽസ്, കഴിവുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മള് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇന്റർവ്യൂവർ എന്ത് ചെയ്യണം? ശേഖരിക്കണം, അക്യുമുലേറ്റ് ചെയ്യണം. അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അവരുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, നോളജ്, ബിഹേവിയർ, ഔട്ട്ലുക്ക്, കാഴ്ചപ്പാട്, സ്കിൽസ്, കഴിവുകൾ. യൂസിംഗ് ദ ലാസ്റ്റ് ഇന്റർവ്യൂ. ഇതെല്ലാമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ്, കംപ്ലീറ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അക്യുമുലേറ്റ് ചെയ്യണം. ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യം എന്താണ്? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇംപ്രഷൻ. ഇനി എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം അല്ലെ, രേഖപ്പെടുത്തണം അവരുടെ നിരീക്ഷണങ്ങള്, ഇന്റർവ്യൂവിന്റെ ഒബ്സർവേഷൻ, ഇംപ്രഷൻ, അതൊക്കെ റെക്കോർഡ് ചെയ്യണം. To check whether the applicant is suitable according to the requirement or not. ആ ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് ആ കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആണോ ആ ആപ്ലിക്കൻസ് ആ ജോലിയുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് സ്യൂട്ടബിൾ ആണോ? The interviewer needs to record the feedback and impression. അപ്പൊ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ ചെയ്യുന്ന ആള് അവരോട് ചോദിച്ച കാര്യങ്ങളും ഇതെല്ലാം അതിന്റെ ഒരു ഫീഡ്ബാക്ക് റെക്കോർഡ് ചെയ്യണം, രേഖപ്പെടുത്തണം. ആൻഡ് ഇംപ്രഷൻ, അവർ ആ കാൻഡിഡേറ്റ്സിനോടുള്ള ഇംപ്രഷൻ
ഇതെല്ലാരും about the candidates ഇതെല്ലാരും രേഖപ്പെടുത്തണം. That came into his mind during the interview process. അത് നമ്മൾ ആ ഇന്റർവ്യൂ പ്രോസസ്സിൽ എന്ത് ചെയ്യണം, അത് മനസ്സിൽ സൂക്ഷിക്കണം. കാൻഡിഡേറ്റ്സിനെ കുറിച്ച് തന്റെ മനസ്സിൽ അവരുടെ ആ ഇന്റർവ്യൂവറിന്റെ മനസ്സിൽ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങള്, ഇംപ്രഷൻ, അവരുടെ ഫീഡ്ബാക്ക്, ഇതെല്ലാരും എന്ത് ചെയ്യണം, ഇന്റർവ്യൂവർ രേഖപ്പെടുത്തണം. Okay, the interviewer needs to record the feedback and impression. ഫീഡ്ബാക്കും ഇംപ്രഷനും ആരെ കുറിച്ച്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ളത്, അവൻ ആ ഇന്റർവ്യൂവറിന്റെ മനസ്സിൽ തോന്നുന്നത്. ഇന്റർവ്യൂ പ്രോസസ്സിൽ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങള്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങള്, ഫീഡ്ബാക്ക്, ഇംപ്രഷൻ, ഇതെല്ലാരും ഇന്റർവ്യൂവർ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഓപ്പണിംഗ് ദ ഇന്റർവ്യൂവിന്റെ ഓപ്പണിംഗ്, ദെൻ കംപ്ലീറ്റ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ നേടാൻ, പിന്നെ ഒബ്സർവേഷൻ ആൻഡ് ഇംപ്രഷൻ റെക്കോർഡ് ചെയ്യാൻ. Okay, recording of observation and impression. Clear ആയോ? പോകുന്നുണ്ടോ? ഇനി ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുമ്പോൾ, ക്ലോസിംഗ് ദ ഇന്റർവ്യൂ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തു, രണ്ടാമത്തെ എന്ത് ചെയ്തു, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു, ഇനി അത് ഇന്റർവ്യൂ ക്ലോസ് ചെയ്യണം. Closing the interview. Naturally, concluding the interview is equally important as the starting. ഒരു ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിലെ പോലെ തന്നെ പ്രാധാന്യമുണ്ടെന്ന്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്രത്തോളം നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയി, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങില് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു, അതേ ഈക്വൽ ഇമ്പോർട്ടൻസ് ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്നതിലും നമ്മൾ കൊടുക്കണം. The closing of the interview process should be friendly and must be finished in a certain time limit. കണ്ടോ, ഇനി ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അണ്ടർലൈൻ ചെയ്തോട്ടോ. The closing of the interview process should be friendly. എങ്ങനെ ക്ലോസ് ചെയ്യണം? ഫ്രണ്ട്ലി ആയിട്ട് തന്നെ. ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുമ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യണം. And must be finished in a certain time limit. ഇന്ന സമയം, 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറിന് തീർക്കണം. നമ്മൾ കുറെ സമയം അങ്ങനെയൊന്നും പാടില്ല. ആ ഒരു പ്രത്യേക ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ തീർക്കണം. വിത്തൗട്ട് ഗിവിംഗ് എനി നെഗറ്റീവ് വൈബ്സ് ടു ദ ആപ്ലിക്കൻസിന്റെ എന്താ, അവർക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സമയമൊക്കെ എടുത്തിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്, ഒരു വികാരം ഒന്നും തോന്നാത്ത രീതിയിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ വേണം. അല്ലേ? ആ ഒരു പ്രത്യേക ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യും. ഇതാണ്, അതായത് ഇന്റർവ്യൂ ആരംഭിക്കുന്നത് പോലുള്ള ഇമ്പോർട്ടൻസ് ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുമ്പോഴും കൺക്ലൂഡ് ചെയ്യുമ്പോഴും കാണിക്കണം. സ്റ്റാർട്ടിങ്ങിന്റെ അതേ പ്രാധാന്യം തന്നെ കൺക്ലൂഡ് ചെയ്യുമ്പോഴും അതേ ആ കൺക്ലൂഷനിൽ നമുക്ക് കൊടുക്കണം. ഇന്റർവ്യൂ പ്രോസസ് ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? അണ്ടർലൈൻ ചെയ്തോട്ടോ. ദ ക്ലോസിംഗ് ഓഫ് ദ ഇന്റർവ്യൂ പ്രോസസ് ഷുഡ് ബി ഫ്രണ്ട്ലി. അല്ലെ? ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വേണം ക്ലോസ് ചെയ്യാൻ. അത് മസ്റ്റ് ബി ഫിനിഷ്ഡ് ഇൻ എ സർട്ടൻ ടൈം ലിമിറ്റ്. പിന്നെ എന്താ, ഒരു പ്രത്യേക ടൈം ലിമിറ്റിൽ തന്നെ ക്ലോസ് ചെയ്യണം. ഇപ്പൊ 1 മണിക്കൂറാന്ന് പറഞ്ഞാൽ 1 മണിക്ക് ഓടിക്കാൻ 1:30 വരെയെന്ന് പറഞ്ഞാൽ 1:30ക്ക് തന്നെ തീർക്കണം. അതൊരു 3 മണി വരെ ആക്കാൻ പറ്റുമോ? ഇല്ല. അല്ലേ? കറക്റ്റ് ടൈം ലിമിറ്റിൽ ഫിനിഷ് ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ആ ആപ്ലിക്കൻസ് ഒരു നെഗറ്റീവ് വൈബ് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അവസാനിപ്പിക്കണം. അല്ലേ? ഇപ്പൊ നമ്മൾ 1:30ക്ക് തീരുമെന്ന് പറഞ്ഞാൽ 2 മണിയാകുമ്പോഴേ നമുക്ക് മനസ്സിലൊരു ഇത് വരൂലേ? നമുക്ക് ആ ഒരു ടൈം ലിമിറ്റ് അതിക്രമിച്ച് പോകുമ്പോൾ, അത് നമ്മളോട് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്കൊരു നെഗറ്റീവ് വൈബ്സ് തോന്നും. അല്ലേ? അപ്പൊ അങ്ങനെ പാടില്ല. ആപ്ലിക്കൻസിന് ഒരു നെഗറ്റീവ് വികാരവും ഉണ്ടാക്കാത്ത രീതിയിൽ വേണം ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലോസിംഗ് ദ ഇന്റർവ്യൂ. ഇനി അടുത്തത് ഇവാലുവേഷൻ ആണ് കേട്ടോ. ഇന്റർവ്യൂ റിസൾട്ടിന്റെ ഇവാലുവേഷൻ. ഇനി ഇന്റർവ്യൂ റിസൾട്ട് എങ്ങനെയാണ്? ക്ലോസ് ചെയ്ത് ഇന്റർവ്യൂ ക്ലോസ് ചെയ്തു, ഇനി അതിനെ എങ്ങനെ നമുക്ക് ഇവാലുവേഷൻ ചെയ്യാം? ഇന്റർവ്യൂന്റെ റിസൾട്ട് ഇവാലുവേഷൻ ചെയ്യുന്നത് എങ്ങനെയാ? After the closure of the interview, the evaluation is done by the group of experienced interviewers. Interview evaluate ചെയ്യുന്ന ആരാ? Group of experienced interviewers. ഒരു കൂട്ടം എക്സ്പേർട്ട് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവേഴ്സ് ആണ് ഈ ഇന്റർവ്യൂ എന്ത് ചെയ്യുന്ന ഇവാലുവേഷൻ നടത്തുന്നത്. അണ്ടർലൈൻ ചെയ്യുന്ന സെന്റൻസ്.
ഇന്റർവ്യൂ അവസാനിച്ചതിന് ശേഷം ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് ദ ഇന്റർവ്യൂ അവസാനിച്ചതിന് ശേഷം ഇവാലുവേഷൻ ആര് നടത്തണം? ഒരു കൂട്ടം എക്സ്പീരിയൻസ്ഡ് ഇന്റർവ്യൂവേഴ്സ്, ഒരു എക്സ്പീരിയൻസ് ഉള്ള ആ മേഖലയിൽ നന്നായിട്ട് എക്സ്പീരിയൻസ്ഡ് ഇന്റർവ്യൂവേഴ്സ് വേണം ഇന്റർവ്യൂ ഇവാലുവേഷൻ നടത്താനായിട്ട്. This evaluation is carried out in order to determine the positive as well as the negative aspects of the candidates. ഈ ഇവാലുവേഷനിൽ എന്താ? അതായത് അവർക്കിടെ ആ കാൻഡിഡേറ്റ്സിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ആ കാൻഡിഡേറ്റ്സിന്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും എന്ത് ചെയ്യണം? അതിന് നിർണ്ണയിക്കണം. അത് നമ്മൾ നടപ്പിലാക്കണം, ഇത് നിർണ്ണയിക്കണം. അത് രണ്ടും കൂടി നോക്കണം. Appraisal of interview grade mainly affect the selection process and is based on the observation made by the interviewer and the information collected during the entire process. ഇനി അതിന്റെ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വിലയിരുത്തല്. ഇന്റർവ്യൂ ഗ്രേഡിന്റെ വിലയിരുത്തല് മെയിൻലി അഫക്ട് ദ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ കിട്ടുന്ന ഗ്രേഡ് ഇല്ലേ, ഇന്റർവ്യൂ ഗ്രേഡ്, അതിന്റെ ആ ഒരു അപ്രൈസില് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. നല്ല ഗ്രേഡ് ഒക്കെ കിട്ടുന്നവരല്ലേ സെലക്ട് ചെയ്യുള്ളൂ. എന്താ പറഞ്ഞേക്കുന്നത്? അപ്രൈസൽ ഓഫ് ദ ഇന്റർവ്യൂ ഗ്രേഡ് മെയിൻലി അഫക്ട് ദ സെലക്ഷൻ പ്രോസസ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, മെയിൻലി അഫക്ട് ദ സെലക്ഷൻ പ്രോസസ്, മെയിൻലി അഫക്ട് ദ സെലക്ഷൻ പ്രോസസ്. And is based on the observation made. ഇനി എങ്ങനെയാണ് ഇന്റർവ്യൂ ഗ്രേഡ് വിലയിരുത്തുന്നത്? എങ്ങനെയാ ആ ഗ്രേഡ് എങ്ങനെയാ? ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ ദ ഇന്റർവ്യൂവറിന്റെ ഒബ്സർവേഷൻ ആണ്. അതിനെ ബേസ് ചെയ്ത ആ കാൻഡിഡേറ്റ്സില് ഇന്റർവ്യൂവർ കണ്ടിട്ടുള്ള കാര്യങ്ങള് അതിന് ബേസിലാണ്. കണ്ടോ? ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ ദ ഇന്റർവ്യൂവർ and the information collecting during the entire process. ആ മൊത്തത്തിലുള്ള ആ ഒരു പ്രോസസ്സില് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആ ഇന്റർവ്യൂവർ നിരീക്ഷിച്ചിട്ടുള്ള, അവര് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിരിക്കും. ഇന്റർവ്യൂവറിന്റെ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂ ഗ്രേഡ് അപ്രൈസൽ വിലയിരുത്തുന്നത്. ആൻഡ് അതുകൂടാതെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ദ ഇൻഫർമേഷൻ കളക്ടിങ് ഡ്യൂറിങ് ദ എൻറ്റയർ പ്രോസസ്. ആ മൊത്തത്തിലുള്ള ആ പ്രോസസ്സിൽ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനെ അതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂവറിന്റെ ഒബ്സർവേഷൻ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. Then, while assessing the result of the interview, ഈ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് അസസ് ചെയ്യാം. Then interviewer should make sure that the skills and the qualification of the applicant should fulfill the requirement of the job. ഇനി ഇന്റർവ്യൂവർ എന്ത് ഉറപ്പുവരുത്തണം? The interviewer should make sure that the skills, കഴിവുകൾ, qualification, applicants in the കഴിവുകളും qualifications should be fulfill the requirements of the job. ജോബിന്റെ ആവശ്യകതകൾക്ക് ഫുൾഫിൽ ചെയ്യുന്ന, നിറവേറ്റുന്നതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. The interviewer should make sure, interviewer എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. The skills and the qualification of the applicant should fulfill the requirements of the job. ജോലിയുടെ ആവശ്യകതകൾ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Requirements of the job. ഓക്കെ, അതാണ് ഇവാലുവേഷൻ പറയുന്നത്. ഇന്റർവ്യൂ അവസാനിച്ചതിന് ശേഷം ഇവാലുവേഷൻ നടത്തും. അതാരെ ഇവാലുവേഷൻ നടത്തുന്നത്? ഒരു കൂട്ടം എക്സ്പീരിയൻസ്ഡ് ഇന്റർവ്യൂവേഴ്സ് ആണ് ഇവാലുവേഷൻ നടത്തുന്നത്. ഇനി ഈ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ആ കാൻഡിഡേറ്റ്സിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമല്ല, നെഗറ്റീവ് വശങ്ങളും കൂടി കണക്കിലെടുക്കും. ഇനി ഇന്റർവ്യൂ ഗ്രേഡ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അത് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. അത് ബേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റർവ്യൂവറിന്റെ ഒബ്സർവേഷൻ, പിന്നെ ആ മൊത്തം എന്റെ പ്രോസസ്സിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. Then while assessing the result of the interview,
അങ്ങനെയായിരിക്കും ആ റിസൾട്ട് അസസ് ചെയ്യുന്നത്. While assessing the result of the interview, അത് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അതെ ഒറ്റ സെന്റൻസ് ആക്കി അങ്ങ് വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. രണ്ടാമത്തെ നോക്കിയേ, while assessing the result of the interview, ഈ ഇന്റർവ്യൂ അസസ് ചെയ്യുന്ന എങ്ങനെയാ? The interviewer should make sure that ആ ഇന്റർവ്യൂ ആ റിസൾട്ട് അസസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ സ്കിൽസ്, ക്വാളിഫിക്കേഷൻ ഓഫ് ദ ആപ്ലിക്കൻസ് ഇതെല്ലാം ആ ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്റർവ്യൂവിന്റെ റിസൾട്ട് അസസ് ചെയ്യുന്നത്. ആ 2 പോയിന്റ് ഒറ്റ സെന്റൻസ് ആക്കിയാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. While assessing the result of the interview, ഇന്റർവ്യൂവിന്റെ റിസൾട്ട് അസസ് ചെയ്യുമ്പോൾ, വിലയിരുത്തുമ്പോൾ the interviewer എന്ത് ഉറപ്പുവരുത്തണം? ഇന്റർവ്യൂവിന്റെ ആ റിസൾട്ട് അസസ് ചെയ്യുമ്പോൾ, വിലയിരുത്തുമ്പോൾ ഇന്റർവ്യൂവർ എന്താ ഉറപ്പുവരുത്തേണ്ടേ? ആ ജോലിയുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന ക്വാളിഫിക്കേഷൻസ്, സ്കിൽസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആ കാൻഡിഡേറ്റ്സിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലാസ്റ്റ് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് അവിടെ while assessing എന്നുള്ളത് ഒടുങ്ങി റിക്വയർമെന്റ്സ് ഓഫ് ദ ജോബ് അവിടെ വരെ അണ്ടർലൈൻ ചെയ്തിട്ടു കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മള് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്. 4 സ്റ്റെപ്പായിട്ടാ പറഞ്ഞേക്കണേ. പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്യണം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം, ഇന്റർവ്യൂ ക്ലോസ് ചെയ്യണം, അടുത്തത് ഇവാലുവേഷൻ ഓഫ് ദ ഇന്റർവ്യൂ റിസൾട്ട് ഇവാലുവേഷൻ ചെയ്യണം. ക്ലിയർ ആയോ അത്രയും കാര്യങ്ങള്? ഓക്കെ, ഇനി അടുത്തതാണ് ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്. ഇനി എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് നമ്മൾ ഇന്റർവ്യൂവിന് ചെയ്യേണ്ടത് എന്നുള്ളതാട്ടോ ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്. The type of interview being conducted largely influence the interviewing arrangement. അല്ലേ, അതൊരു കാര്യമല്ലേ? ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സിനെ സ്വാധീനിക്കൂലേ? അല്ലേ, ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ ആണെന്ന് ബേസ് ചെയ്തിട്ട് ഇന്റർവ്യൂവിലെ അറേഞ്ച്മെന്റ്സിൽ വ്യത്യാസം ഉണ്ടാകാം അല്ലെ? ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് എന്തിനെ സ്വാധീനിക്കുന്നു? ഇന്റർവ്യൂ അറേഞ്ച്മെന്റിനെ. കേട്ടോ, ആ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സിനെ സ്വാധീനിക്കും എന്നാ പറഞ്ഞേക്കണേ. അതിനനുസരിച്ചായിരിക്കണം ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സ്. ഏത് ഇന്റർവ്യൂ ആണ് അതിനനുസരിച്ച് ഇന്റർവ്യൂ അറേഞ്ച്മെന്റ് വ്യത്യാസം വരും. The purpose of first sentence underline ചെയ്തു അവിടെ. The type of interview being conducted largely influence the dash. എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? Interviewing arrangements. The procedure of interviewing may involve conducting the individual interview, an interviewing panel, a selection board or some form of assessment centers. അപ്പൊ നോക്കിയേ, ഇന്റർവ്യൂ പ്രൊസീജിയറിൽ ആരൊക്കെ ഉൾപ്പെടുന്നത് അണ്ടർലൈൻ ചെയ്തോ? The procedure of interviewing may involve ആരൊക്കെ വരുന്നത്? Conducting individual interviews, interviewing panel, selection board അല്ലെങ്കിൽ or some form of assessment centers. ഇതെല്ലാവരും ഉൾപ്പെട്ടേക്കാം, ഇന്റർവ്യൂവിംഗിൽ ഉൾപ്പെട്ടേക്കാം, ഇന്റർവ്യൂവിംഗ് പ്രൊസീജിയറിൽ ഉൾപ്പെട്ടേക്കാം. However, the interview arrangement should conform broadly to the following mentioned factor. അപ്പോൾ ഒരു ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സിനെ നമുക്ക് ഈ പറയുന്ന പാറ്റേണിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഏതിനെ? The interview arrangementsനെ. The interview arrangements should conform. The interview arrangement should be conform broadly to the following mentioned pattern. ഈ രീതിയിൽ നമുക്ക് എന്താണ് അതിനെ അറേഞ്ച് ചെയ്യാം. ഒന്നാമത്തെ നോക്കിയേ, ഇതൊക്കെ പോയിന്റ് ജസ്റ്റ് നോക്കി വെച്ചാൽ കേട്ടോ, ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്തിടാം. Information
regarding the place and the time of the interview, and the person to be contacted should be provided to the candidate who have applied in writing or over phone. അപ്പൊ അത് ആദ്യമാണ് ഒരു ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സിന് നമ്മള് അത് ഒരു ഇന്റർവ്യൂ അറേഞ്ച്മെന്റ് ഈ പറയുന്ന പാറ്റേണിലായിരിക്കണം, ഈ പറയുന്ന പാറ്റേണിൽ അറേഞ്ച് ചെയ്യണം. ഒന്നാമത്തെയാണ് പറഞ്ഞേക്കുന്നത് ഈ പ്ലേസ്, എവിടെയാണ് ഇന്റർവ്യൂ നടത്തുന്ന പ്ലേസ്, ഇന്റർവ്യൂവിന്റെ സമയം, ഇന്റർവ്യൂ ആൻഡ് ദ പേഴ്സൺ ടു കോണ്ടാക്ട്, അതായത് കോണ്ടാക്ട് ചെയ്യുന്ന പേഴ്സൺ ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. എന്നാലും അവർക്ക് ആ സമയത്ത് വരാൻ പറ്റുള്ളൂ, ആ സ്ഥലത്ത് ആ സമയത്തൊക്കെ വരാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഇത് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ആ കോണ്ടാക്ട് ചെയ്യുന്ന ആളുടെ, കോണ്ടാക്ട് ചെയ്യാനുള്ള ആളുടെ ആ കോണ്ടാക്ട് നമ്പറും കൂടി കൊടുക്കണം. ഇതെല്ലാം റിട്ടേൺ ഫോമിലോ അല്ലെങ്കിൽ ഫോണിലൂടെയോ കാൻഡിഡേറ്റ്സിനെ അറിയിക്കണം. അതാണ് ഇതിലൂടെ നൽകാം. ഹാവ് അപ്ലൈഡ് ഇൻ റൈറ്റിംഗ് ഓർ ഓവർ ഫോൺ, റിട്ടേൺ ആയിട്ടോ ലെറ്റർ വഴിയോ അല്ലെങ്കിൽ നമുക്ക് മെയിൽ അങ്ങനെയൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെ അറിയിക്കണം. The time of the interview should be scheduled while keeping in mind the distance between the candidates and the residents to the place of the interview. ഇനി ഇന്റർവ്യൂവിന്റെ ടൈം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണേ, നമ്മൾ തോന്നിയ ടൈം അല്ല, അവിടെ ആ ടൈം ഷെഡ്യൂളിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാൻഡിഡേറ്റ്സിന്റെ റെസിഡൻസ്, താമസ സ്ഥലവും അതുപോലെ ഇന്റർവ്യൂ നടത്തുന്ന പ്ലേസും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആ ടൈം ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. ഇപ്പൊ രാവിലെ നമ്മൾ ഒത്തിരി ദൂരെയാണ്, രാവിലെ മോർണിംഗ് ഒക്കെ വെളുപ്പിനെയാണ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രാവലിംഗ് ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ, ആ ടൈമിലേക്ക് ആ കാൻഡിഡേറ്റ്സിന് എത്തിപ്പെടാൻ പറ്റുമോ, അവരുടെ വീട്ടിൽ നിന്ന് ആ ഇന്റർവ്യൂ പ്ലേസിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആ ടൈം അറേഞ്ച് ചെയ്യാൻ. Distance between the candidates and the residents to the place of the interview. Timing should be adjusted according to the working hours of the candidates that are currently placed with some company. ഇനി അടുത്ത ടൈമിങ്ങിന്റെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്, ടൈമിംഗ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണമെന്ന് പറഞ്ഞേക്കണത് ആ കാൻഡിഡേറ്റ്സിന്റെ താമസ സ്ഥലവും അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തുന്ന പ്ലേസും അതിന്റെ ആ ഡിസ്റ്റൻസ് നോക്കിയിട്ടായിരിക്കണം, അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കണം ആ ടൈം ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. ഇനി ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തിനെ, നമ്മളിനി കാൻഡിഡേറ്റ്സ് വേറെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ആ വർക്കിംഗ് അവേഴ്സ്, അവർക്ക് എത്ര ടൈം അവിടെ വർക്കിംഗ് അവേഴ്സ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ ആ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം. The timing should be adjusted according to the working hours of the candidates that are currently placed in some company. ചില കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിംഗ് എങ്ങനെയായിരിക്കണം, അവിടുത്തെ വർക്കിംഗ് ടൈം നോക്കിയിട്ട് വേണം, അതിന് ബേസ് ചെയ്തിട്ടായിരിക്കണം. അപ്പൊ കാൻഡിഡേറ്റ്സിന് ആ സമയത്ത് അവൈലബിൾ ആകാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് ആ സമയം ഒക്കെ നോക്കിയിട്ടായിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. If the location of the company is too difficult to find, ഇനി കമ്പനിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലോ, നിങ്ങൾ എവിടെയെങ്കിലും പോയി നിങ്ങൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു മാരേജിന് പോയി നമ്മൾ പറഞ്ഞു കേട്ടുള്ളൂ, കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, നിങ്ങൾ എന്താ ചെയ്യാ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ, എന്ത് ചെയ്യും ലൊക്കേഷൻ നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കും അല്ലേ, അത് ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചാലേ കറക്റ്റ് ലൊക്കേഷനിൽ നമുക്ക് എത്താം അല്ലെ. ഇതുപോലെ നോക്കി അവിടെ പറഞ്ഞേക്കുന്ന കമ്പനി എവിടെയാണ്, കമ്പനിയുടെ ലൊക്കേഷൻ നമുക്ക് ഇച്ചിരി ഉള്ളൊക്കെയാണ്, ലൊക്കേഷൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാനെങ്കിൽ എന്ത് കൊടുക്കും, മാപ്പ്. by the public transportation details should be provided to the candidates. Underline ചെയ്തേ ആ സെന്റൻസ്. A map accompanied ഇതിന്റെ ഒപ്പം തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസിന് ഉൾപ്പെടെയുള്ള ആ മാപ്പ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം, കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് ഓൾവേസ് എ ഗുഡ് ഐഡിയ, ഇതൊരു നല്ലൊരു കാര്യമാണെന്ന്. എന്താ, ലെറ്റ് ദ റിസപ്ഷനിസ്റ്റ് ഓർ ദ സെക്യൂരിറ്റി ഗാർഡ് നോ ഹു ഈസ് കമ്മിങ്.
അല്ലെ? നമ്മളിപ്പോ ചെല്ലുന്നതിനേക്കാളും മുന്നേ തന്നെ റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോട് ഗാർഡോ നമ്മൾ ചെല്ലും എന്നുള്ള ഒരു കാര്യം, ഇന്ന ആള് ഇന്റർവ്യൂവിന് എത്തും എന്നുള്ള ഒരു കാര്യം അവരെ മുൻകൂട്ടി അത് അറിയുക എന്നുള്ളത് നല്ല കാര്യമാണ്, അല്ലെ? Then it will put a good impression of the candidates. Candidatesന്റെ ഇടയിൽ ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാകും. ഇപ്പൊ നമ്മള് ഇന്റർവ്യൂ നടത്തുകയാണ്, ആ റിസപ്ഷനിസ്റ്റിന് ആരാ വരുന്നത്? ഇപ്പൊ ഗൂഗിളാണെങ്കിൽ നമ്മൾ റിസപ്ഷനിസ്റ്റ് വരെയാണ്, ഗൂഗിൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുന്ന പറയുമ്പോ ഗൂഗിളിന്റെ പേരെടുത്ത് കഴിക്കുമ്പോ ഗൂഗിളിന്റെ ഒരു ഇതല്ലേ, അല്ലെ? ഒരു നല്ലൊരു ഇംപ്രഷൻ, ഞാൻ വരുന്നുള്ളത് ഇവിടെ നേരത്തെ അറിയാം, അല്ലെ? അല്ലെങ്കിൽ നമ്മളെ ഒരു നല്ലൊരു ഇത് നോക്ക് അറിയുന്നുണ്ട് എന്നുള്ളൊരു നല്ലൊരു ഇംപ്രഷൻ ആർക്ക് ഉണ്ടാകാം? ഈ കാൻഡിഡേറ്റ്സിന് ഉണ്ടാകാം. കാൻഡിഡേറ്റ്സിന്റെ മനസ്സിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവും, അല്ലെ? നമ്മളെ പേരെടുത്ത് അങ്ങനെ വിളിച്ചു കഴിയുമ്പോഴ് നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുവാണ്, അപ്പൊ നമ്മൾ വിളിച്ച് നമ്മൾ പറയുമ്പോഴ് അപ്പൊ നമ്മുടെ വരവ് അവര് മുൻകൂട്ടി മനസ്സിലാക്കി, അല്ലെ? നമ്മുടെ വരൂ എന്നുള്ള കാര്യം നേരത്തെ അവർക്ക് അറിയാം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കിടയിൽ ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാകാനും കാരണമാക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് തന്നേക്കണം കേട്ടോ. ഇന്റർവ്യൂ അറേഞ്ച്മെന്റിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. ക്ലിയർ ആയോ? അത് ഒന്നാമത്തെ പോയിന്റ്. ഇന്റർവ്യൂവിന്റെ ടൈം, പ്ലേസ്, കോണ്ടാക്ട് ചെയ്യുന്ന പേഴ്സന്റെ ആ കോണ്ടാക്ട് നമ്പർ, ഇതെല്ലാം ഫോണിലൂടെയോ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിലോ കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഇന്റർവ്യൂവിന്റെ ടൈം എങ്ങനെയായിരിക്കണം? ടൈം വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത്? കാൻഡിഡേറ്റ്സിന്റെ റെസിഡൻസും ഇന്റർവ്യൂ പ്ലേസും തമ്മിലുള്ള ദൂരം നോക്കിയിട്ട് വേണം, അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ആ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആ സ്റ്റാഫ് ആണെങ്കിൽ, കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്താ അവരുടെ വർക്കിംഗ് ടൈമിനെ ബേസ് ചെയ്യണം. should be adjusted according to the working hours of the candidates. വർക്കിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ആ ടൈം ഇത് ആക്കാനായിട്ട്. പിന്നെ നമുക്ക് കമ്പനിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാപ്പ്, ഇതുകൂടിയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ഒരു മാപ്പ് കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മുടെ വരവിനെ കുറിച്ച് നേരത്തെ റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഗാർഡോ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ അവർക്ക് അത് അറിയാന്നുള്ളത് കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. ക്ലിയർ അല്ലേ ഒന്നാമത്തെ പോയിന്റ്? അല്ലേ? ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, applicants should be given a quiet and comfortable room to wait. ഇത് നോക്കി, ഇന്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സിനെ ഭയങ്കര തിക്ക് നിരക്കോ ബഹളമൊക്കെ ഉള്ള റൂം കൊടുത്താൽ കംഫർട്ടബിൾ ആവോ? അവർക്ക് നല്ല ശാന്തമായിട്ട് ഇരിക്കാനുള്ള ഒരു അവസ്ഥ കൊടുക്കണം, അല്ലെ? അതാണ് രണ്ടാമത്തെ കാര്യം ഇന്റർവ്യൂ അറേഞ്ച്മെന്റില്. മറ്റൊരു കാര്യമാണ്, applicants should be given quiet and comfortable room to wait. ശാന്തമായത്, കംഫർട്ടബിൾ, അവർക്ക് സുഖപ്രദമായിട്ടുള്ള റൂം വേണം ആപ്ലിക്കൻസിന് നൽകാൻ. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്, എങ്ങനത്തെ റൂം കൊടുക്കണം എന്നാ പറഞ്ഞേക്കണേ? ക്വൈറ്റ് ആൻഡ് കംഫർട്ടബിൾ റൂം. Quiet and comfortable room to wait. The room should have a various reading material available for them. ഈ റൂമിൽ എന്തുണ്ടായിരിക്കണം? പല റീഡിംഗ് മെറ്റീരിയൽ, പലതരത്തിലുള്ള റീഡിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കണം, അല്ലെ? എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഇതിനൊക്കെയുള്ള റീഡിംഗ് മെറ്റീരിയൽ, ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിറ്ററേച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള റീഡിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കണം. അതിൽ കുറെ സമയമൊക്കെ ഇരിക്കുമ്പോൾ ബോറടിക്കൂലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവർക്ക് ബോറൊക്കെ അടിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? അവിടെ റീഡിംഗ് വായിക്കാനായിട്ട് എന്തെങ്കിലും പുസ്തകങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവൈലബിൾ ആക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, deep and thorough information related to the program should be provided to the interviewers or interview panel. എന്ത് ചെയ്യണം? ഡീപ്പ്, നല്ല ആഴത്തിലുള്ള നല്ല thorough information ഏതുമായിട്ട്? റിലേറ്റഡ് ടു ദ പ്രോഗ്രാം. ആ പ്രോഗ്രാം, ഇന്റർവ്യൂ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ഈ ഇന്റർവ്യൂവേഴ്സിന് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലിന് അതിന് വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. To provide it to the interviewers or interview panel. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. In order to welcome and escort
എസ്കോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അകമ്പടി അവരെ എങ്ങനെയാണ് വെൽക്കം ചെയ്യുക, അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. Candidates for the interview room should be അപ്പൊ എന്താ പറയാ, അവരെ നല്ല രീതിയില് ഇന്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സിനെ നല്ല രീതിയിൽ വെൽക്കം ചെയ്ത് ആ കാൻഡിഡേറ്റ്സിന് ഒരു എസ്കോർട്ട്, ഒരു അകമ്പടി കൊടുക്കണം. ഇന്റർവ്യൂവിനുള്ളത് അവരെ കൊണ്ടുപോയി അത് ഏത് പ്ലേസ് ആണെന്ന് വെച്ചാൽ അവരെ അത് കൃത്യമായിട്ടൊക്കെ ഇരുത്താം. And the room should be booked and the arrangement should be made for their meals and the conducted tour from the company. ഇനി എന്തും കൂടി ചെയ്തു കൊടുക്കണം, റൂം ഷുഡ് ബി ബുക്ക്ഡ്, അവർക്ക് വേണ്ട റൂം, അവിടെ അവർക്ക് നിൽക്കാനുള്ള റൂം ശരിയാക്കണം. റൂംസ് ബുക്ക്ഡ് ആൻഡ് അറേഞ്ച്മെന്റ് ഷുഡ് ബി മെയ്ഡ്, അവർക്ക് ഭക്ഷണത്തിനുള്ള മീൽസ്, ഭക്ഷണത്തിനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ആൻഡ് കോണ്ടാക്ട് അറ്റൻഡ് ചെയ്യണം. കണ്ടക്ട് ടൂർ റൗണ്ട് ദ കമ്പനി. ടൂർ റൗണ്ട് ദ കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലെ മിഷനറീസ് സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസ്ഥയും കൂടി, അങ്ങനെ ഒരു സാഹചര്യം കൂടി കൊടുക്കണം. ഫാക്ടറിയിലെ വിഷയൻസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുക. അതാണ് ടൂർ റൗണ്ട് ദ കമ്പനി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ. ദ റൂം വിത്ത് ലെസ് ഓർ ലിറ്റിൽ ഡിസ്ട്രാക്ഷൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഫോർ ദ ഇന്റർവ്യൂ. അപ്ലൈ ചെയ്തോട്ടോ. എങ്ങനെയുള്ള റൂം ആയിരിക്കണം? ലെസ് ലിറ്റിൽ ഡിസ്ട്രാക്ഷൻ, അധികം ബുദ്ധിമുട്ടൊന്നും ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് തടസ്സം ഒക്കെ അങ്ങനെയുള്ള റൂമൊന്നും ആയിരിക്കരുത്, അത് കുറഞ്ഞതായിരിക്കണം. The room with the less or little distraction should be arranged for the interview. ഇന്റർവ്യൂവിന് വേണ്ടി അങ്ങനെയുള്ള റൂം ആയിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. A psychological barrier between the interviewer and the candidates is created in a situation where the interviewer selected to sit behind the desk during the interview. അതായത് ഇന്റർവ്യൂവർ അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു അവരിയ്ക്കുന്നത് ഇന്റർവ്യൂവറിനും കാൻഡിഡേറ്റ്സിനും ഇടയിൽ ഒരു സൈക്കോളജിക്കൽ ഒരു ബാരിയർ എന്ന് പറഞ്ഞ തടസ്സം അതുണ്ടാവുകയാണ്. അങ്ങനെ ഒരു ഇത് സൃഷ്ടിക്കുമ്പോൾ എന്താണ് അങ്ങനെ ഒരു അപ്പൊ ഒരു സൈക്കോളജിക്കൽ ആയിട്ട് ഒരു ബാരിയർ ഇന്റർവ്യൂവിനും കാൻഡിഡേറ്റ്സിനും ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പൊ എന്താണ് അതെങ്ങനെയാ വരുന്നത്? അതായത് ഇന്റർവ്യൂവർ ഈ ഇന്റർവ്യൂവിന് അതായത് കാൻഡിഡേറ്റ്സിന് നേരിട്ട് ഫേസ് ടു ഫേസ് അല്ലാതെ അവരുടെ പിറകിലായിട്ട് ഇരിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ഒരു സൈക്കോളജിക്കൽ ബാരിയർ, ഒരു തടസ്സം അവിടെ ഉണ്ടാകും. അങ്ങനെ പാടില്ല. അപ്പൊ ആ ഇന്റർവ്യൂവില് അവര് ആ ഇന്റർവ്യൂവർ കാൻഡിഡേറ്റ്സിന്റെ പിറകിലൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ നേരിട്ട് ഫേസ് ടു ഫേസ് അല്ലാത്ത രീതിയിൽ വരുമൊക്കെ ആണെങ്കിൽ അവർക്കിടയിൽ ഇന്റർവ്യൂവറിനും ആ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ടാകും. ഇനി അടുത്ത് നോക്കിയേ. Not that too much information regarding the company and the condition of the employment should be shared with the candidates during the interview or interviews. കണ്ടോ, ഇനി എന്താ കമ്പനിനെ കുറിച്ചോ അല്ലെങ്കിൽ ജോലിനെ കുറിച്ചോ അധികം നോട്ട് ടു മച്ച് ഇൻഫർമേഷൻ, അധികം ഇൻഫർമേഷന് നമുക്ക് കൊടുക്കാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല കാൻഡിഡേറ്റ്സിന്. ഇന്റർവ്യൂസിന് എന്താണ് കാൻഡിഡേറ്റ്സിന് അധികം കമ്പനിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ ജോലിനെ കുറിച്ചുള്ള ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ, അതാണ് നോട്ട് ടു മച്ച് ഇൻഫർമേഷൻ, അധികം ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. ആവശ്യത്തിന് വേണം, അതായത് ആവശ്യത്തിന് ഒരുപാടായിട്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ എന്താ ജോലി എന്താണ് കമ്പനിനെ കുറിച്ചും ഒക്കെ ആവശ്യത്തിൽ കൂടുതലുള്ള ഇൻഫർമേഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല. After a provisional offer has been made, negotiations over pay and other benefits will take place. അപ്പൊ നമ്മളൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഓഫർ കാൻഡിഡേറ്റ്സ് നൽകിയതിനു ശേഷം എന്ത് ചെയ്യുന്നു? നെഗോഷിയേഷൻ ചർച്ചകൾ നടത്തുന്നു. എന്താ പേയ്മെന്റിനെ കുറിച്ച്, മറ്റുള്ള ബെനിഫിറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ ചർച്ചകള്, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ ചർച്ചകള് നടത്തുന്നു. Preparing groundwork for negotiation and a benefit during the interview process is always advisable. പറഞ്ഞേക്കുന്നത് നമ്മള് എന്തെങ്കിലും നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ ചർച്ചകള്,
ഗ്രൗണ്ട് വർക്ക് ഫോർ നെഗോഷിയേഷൻ, ചർച്ചകൾക്കും ഇനി എന്തെങ്കിലും നേട്ടങ്ങൾ ബെനിഫിറ്റുകൾക്കും ഒക്കെ വേണ്ടിയുള്ള അടിസ്ഥാന കാര്യങ്ങൾ തയ്യാറാക്കുന്നത് എപ്പോഴും അതൊരു ഉചിതമായിട്ടുള്ള കാര്യമാണ്. ചർച്ചകൾക്കും അതിന്റെ ബെനിഫിറ്റ്സിനും വേണ്ടിയുള്ള കാര്യങ്ങള് അത് ഇന്റർവ്യൂ പ്രോസസ്സിൽ അത് തയ്യാറാക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അവിടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഇനി ആറാമത്തെ പോയിന്റ്, when the interview is concluded. ഇനി ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുമ്പോഴോ the information regarding the next step should be provided to the applicants. കണ്ടോ, ഇനി എന്താ, ആ ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇനി അടുത്ത ഏത് സ്റ്റെപ്പാ, അപ്പൊ ഇതിനകത്ത് ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആപ്ലിക്കൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സിന് കൊടുക്കണം. എന്നാലല്ലേ ഫസ്റ്റ് ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് ഘട്ടം ഓക്കെയാണ്, ഇനി നെക്സ്റ്റ് ഏതാണെന്നുള്ളത് കാൻഡിഡേറ്റ്സിനോട് പറഞ്ഞു കൊടുക്കണം. Next step should be provided to the applicants. Applicants-ന് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എടുക്കണം. They might be asked if they have any objection or problem with any of the steps that have been taken up till this stage. കണ്ടോ, അവരപ്പ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സങ്ങളോ ഇതുവരെ എടുത്ത നടപടികളിലൊക്കെ എന്തെങ്കിലും എതിർപ്പോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും അവരോട് ചോദിക്കണം. ഓക്കെ, they might be asked, അവരോട് ചോദിക്കണം എന്ത്, if they have any objection, എന്തെങ്കിലും എതിർപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതുവരെ എടുത്ത സ്റ്റെപ്സുകളിലോ അല്ലെങ്കിൽ കാര്യങ്ങളിലോ ഉണ്ടോ എന്നുള്ളത് എന്താണ് അവരോട് ചോദിക്കണം, ആ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കണം. ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കണം. ഇനി അടുത്ത് നോക്കി ഏഴാമത്തെ പോയിന്റ് എന്താ, the actual performance and the anticipated performance of the candidate should be determined by the follow-up study. അണ്ടർലൈൻ ചെയ്ത്, യഥാർത്ഥത്തിലുള്ള പെർഫോമൻസും ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസും അതെങ്ങനെ ഫോളോ അപ്പ് സ്റ്റഡിയിലൂടെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. These studies will enable the organization to validate their selection process and to examine their interviewers' skills. ഈ ഒരു പഠനം എന്തിനു സാധിക്കുന്നു, enable the organization to validate സാധൂകരിക്കുക, അവർക്കുടെ സെലക്ഷൻ പ്രോസസ്സിനെ സാധൂകരിക്കാനും അതിന്റെ ഇന്റർവ്യൂവറിന്റെ കഴിവുകള് എക്സാമിൻ ചെയ്യാൻ പരിശോധിക്കാനും ഈ പഠനങ്ങള് സാധിക്കുന്നു, പഠനങ്ങളിലൂടെ പ്രാപ്തമാക്കുന്നു. എൻഹാൻസ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക, എനേബിൾ സാധ്യമാക്കുക. ഈ സ്റ്റഡീസ് വിൽ എനേബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമാക്കുക, ഓർഗനൈസേഷനെ സാധ്യമാക്കുന്നു, അവരുടെ സെലക്ഷൻ പ്രോസസ്സിനെ സാധൂകരിക്കാനും പിന്നെ ഇന്റർവ്യൂവറിന്റെ സ്കില്ല് എക്സാമിൻ ചെയ്യാനും സാധിക്കുന്നു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ഫസ്റ്റ് പോയിന്റില്. ഇനി when planning the interview, it is important that the people who will be conducting it are well informed in the job position and the procedure they should follow. അപ്പോൾ ഇത് ഇന്റർവ്യൂ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ് ദ ഇമ്പോർട്ടൻറ്റ് ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത്, ദാറ്റ് ദ പീപ്പിൾ ഹു വിൽ ബി കണ്ടക്ടിങ് ഇറ്റ് വെൽ ഇൻഫോംഡ്, അത് നടത്തുന്ന ആളുകൾക്ക് അതിന് വേണ്ടപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളത്. ഏതിനെ കുറിച്ച്, ജോബ് പൊസിഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ, അവർ ഫോളോ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബന്ധപ്പെട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഇന്റർവ്യൂ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ
എന്താ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് ദ പീപ്പിൾ ഹു വിൽ ബി കണ്ടക്ടിങ്, അത് ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആളുകള് അവരെ അറിയിക്കണം. ആർ വെൽ ഇൻഫോംഡ് ഇൻ ദ ജോബ് പൊസിഷൻ, ജോബിന്റെ പൊസിഷൻ എന്താണ്, അവിടെ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ ഇതിനെ കുറിച്ച് അറിയിക്കണം. The manager and the team leader should be continuously trained regarding the interview skills that are required for conducting the interview properly. ഇനി മാനേജറിനും ടീം ലീഡറിനും നമുക്ക് എന്താ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിൻഡ്, കണ്ടിന്യൂസ്ലി ട്രെയിൻഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് റിഗാർഡിംഗ് ദ ഇന്റർവ്യൂയിങ് സ്കില്ല് and they are required for conducting an interview properly. ഒരു ഇന്റർവ്യൂ പ്രോപ്പർ ആയിട്ട് നടത്തുന്നതിന് ഇന്റർവ്യൂവിന്റെ സ്കില്ല് അത് അതിനെ കുറിച്ച് നമുക്ക് ഇതാക്കാനായിട്ട് ആ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാനേജറിനും ടീം ലീഡറിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് തുടർച്ചയായിട്ടുള്ള ഒരു പരിശീലനം നൽകണം ഇന്റർവ്യൂ പ്രോപ്പർ ആയിട്ട് നടത്താനായിട്ട് കേട്ടോ. കണ്ടക്ടിങ് ആൻഡ് ഇന്റർവ്യൂ പ്രോപ്പർലി, പ്രോപ്പർ ആയിട്ട് ഇന്റർവ്യൂ നടത്താനായിട്ട് മാനേജറിനും ടീം ലീഡറിനും എന്ത് ചെയ്യണം, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ദ പ്രൊഫഷൻ മെൻഷൻഡ് അണ്ടർ ദ സെക്സ് റേസ് എന്ന് വെച്ചാൽ വംശം എന്നാട്ടോ. ഏത് വംശമാണ്? ആൻഡ് ഡിസബിലിറ്റി discrimination act should be completely followed by each interviewer. എന്ത് ചെയ്യണം? The provision mentioned under the sex, അവർക്കുടെ ഏതാണ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അവർക്കുടെ വംശം എന്തെങ്കിലും, ആൻഡ് ഡിസബിലിറ്റി എന്തെങ്കിലും വൈകല്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതും വഴിയുള്ള ഡിസ്ക്രിമിനേഷൻ, തരംതിരിവുകളൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഇന്റർവ്യൂവർ അങ്ങനെയുള്ളതൊന്നും പാടില്ല. ശരിക്കും നമ്മൾ അത് അവരത് കംപ്ലീറ്റ്ലി ആ പറഞ്ഞേക്കുന്നത് കാര്യങ്ങള് എന്താ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. should be completely followed by the each interviewer. Prejudiced behavior, കണ്ടോ, മുൻവിധി പറയാൻ പാടില്ല. മുൻവിധിയുള്ള പെരുമാറ്റങ്ങള്, ബിഹേവിയറോ പ്രീ ജഡ്ജിസ്റ്റ് ജഡ്ജ്മെന്റ്, പ്രീജുഡീസ്ഡ് ജഡ്ജ്മെന്റ്, അതായത് നമുക്ക് മുൻവിധി, നമ്മള് മുൻകൂട്ടി ഇന്ന ആള് അല്ലെങ്കിൽ ഇന്നെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ മുന്നിലുള്ള പെരുമാറ്റ ചട്ടങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഫുള്ളി എന്ത് ചെയ്യണം, ആ ഇന്റർവ്യൂവർ അവോയ്ഡ് ചെയ്യണം. അതായത് ഒരാളിപ്പോ കാൻഡിഡേറ്റ്സ് വരുമ്പോ തന്നെ മുൻകൂട്ടി അവന് കൊടുക്കാം, അല്ലെങ്കിൽ അവന്റെ ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളി അവോയ്ഡ് ചെയ്യണം. ഓർ എലിമിനേറ്റഡ് ഫ്രം ദ ഇന്റർവ്യൂ ആൻഡ് ഫോളോയിങ് ഡിസ്കഷൻ. ഉണ്ടോ, അത് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അത് ആ ഇന്റർവ്യൂവില് അവര് ഒഴിവാക്കണം, ഇന്റർവ്യൂവർ ഒഴിവാക്കണം. ഇനി during the interview, any indirect remark reflected by any kind of racism, വംശീയതയാണ് കേട്ടോ, should be avoided at all cost. ഇത് തന്നെയാ പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ഇൻഡയറക്റ്റ് റിമാർക്കുകള്, എന്തെങ്കിലും അവർക്കിടെ വംശീയതേനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിമാർക്കുകൾ, കാര്യങ്ങള് ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. The reason behind selecting or rejecting any candidate should be reported after the interview has been conducted. ഇനി നമ്മൾ ഒരാള് നമ്മൾ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല, റിജക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ നമ്മുടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവരെ സെലക്ട് ചെയ്യാനും പറ്റൂല. ആ റീസൺ, നമ്മളിപ്പോ ഒരാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ഷന്റെ റീസണ്, അതുപോലെ തന്നെ റിജക്ഷൻ, ആ റിജക്ട് അയാളെ വേണ്ടാന്ന് നമ്മൾ റിജക്ട് ചെയ്യാന്ന് വിചാരിക്കുക, അതിന്റെ റീസണൊക്കെ എന്ത് ചെയ്യണം, അത് ഷുഡ് ബി റെക്കോർഡ് ചെയ്യണം. ആഫ്റ്റർ ദ ഇന്റർവ്യൂ ഹാസ് ബീൻ കണ്ടക്റ്റഡ്, ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ കറക്റ്റ് റീസൺ അവിടെ അറിയണം.
കാരണം എന്താണെന്നുള്ളത് കാര്യം അവിടെ റെക്കോർഡ് ചെയ്യണം. റിജക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് ഷുഡ് ബി മെയ്ഡ് എക്സ്ക്ലൂസീവ്ലി ഓൺ ദ ബേസിസ് ഓഫ് ഹി ഓർ ഷീ ഇൻകാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ദ ജോബ്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ കാൻഡിഡേറ്റ്സിന് നമുക്ക് എങ്ങനെ റിജക്ട് ചെയ്യുന്നത്? ആ ജോലിക്ക്, ആ ജോബ് പെർഫോമൻസിന് അവര് ഇൻകാപ്പബിൾ ആണ്, അതിന്റെ ബേസിൽ മാത്രമേ അവരെ റിജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ജോലിക്ക് അവൻ ഒട്ടും ക്യാപ്പബിൾ അല്ല, അവർ ഇൻകാപ്പബിൾ ആണ്, അതിന് ആ ജോലി നിർവഹിക്കാൻ ആ കാൻഡിഡേറ്റ്സ് ഇൻകാപ്പബിൾ ആണ്, അവന് കഴിവില്ല എന്നുള്ളതിന്റെ ബേസിൽ മാത്രമേ എന്താണ് ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ പാടുള്ളൂ. എക്സ്ക്ലൂസീവ്ലി എന്ന് വെച്ചാൽ പ്രത്യേകമായി, ആ ഒരു പ്രത്യേക കാരണം കൊണ്ട് അവനൊട്ടും ആ ജോലിക്ക് ആപ്റ്റല്ല, ക്യാപ്പബിൾ ആണ്, അതുകൊണ്ട് മാത്രമേ റിജക്ട് ചെയ്യാൻ പാടുള്ളൂ. ഡിസിഷൻ ഓൺ സെലക്ടിംഗ് കാൻഡിഡേറ്റ് should not be based on racism, sexism and disability. എന്താണ് ഡിസിഷൻ ഓൺ സെലക്ഷൻ? ഡിസിഷൻ ഇപ്പൊ ഇനി സെലക്ട് ചെയ്യാനുള്ള തീരുമാനം എന്തിന് ബേസ് ചെയ്താവാൻ പാടില്ല? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, എന്തിന് ബേസ് ചെയ്താവാൻ പാടില്ല? അവരുടെ വംശം, റാസിസം എന്ന് പറഞ്ഞാൽ വംശം, സെക്സിസം അത് മെയിലോ ഫീമെയിലോ അതിനെ ബേസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി, എന്തെങ്കിലും ഡിസബിലിറ്റി ഒക്കെ ഉണ്ടോ, അതിനെ ഒന്നും ബേസ് ചെയ്തിട്ട് ആവാൻ പാടില്ല സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങള് ഉണ്ടായിരിക്കണം. എപ്പോഴും എന്താണ് ആ ജോലിക്ക്, ആ ജോലി പെർഫോം ചെയ്യാൻ ആ കാൻഡിഡേറ്റ്സ് ഇൻകാപ്പബിൾ ആണ് എന്നുള്ള മാനദണ്ഡത്തിൽ മാത്രമേ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ടൊന്നും ഒരു വംശീയതയുടെ പേരിലോ, അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്നുള്ള പേരിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റിയുടെ പേരിലോ ഒന്നും ഈ നമ്മുടെ ഡിസിഷൻ, നമ്മുടെ സെലക്ഷൻ ഡിസിഷൻ എടുക്കാൻ പാടില്ല. അതിനെ ബേസ് ചെയ്ത് ആകരുത്. ഓക്കെ, ക്ലിയർ ആണ്? അത്രയും ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.